ഗേ പങ്കാളിയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ സാധിക്കാത്ത വിധം അന്യായമായ ഇന്ത്യൻ സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. മാരേജ് ഇൻഇക്വാലിറ്റി നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഫെബ്രുവരി 3-ന് മനു എന്ന വ്യക്തി ടെറസിൽ നിന്ന് വീണ് അപകടം സംഭവിക്കുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയുടെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ 2 ദിവസം മനു സർവൈവ് ചെയ്യുന്നു. ഒടുക്കം ഫെബ്രുവരി 6-ന് മരിക്കുന്നു. മനു ഹോമോസെക്ഷൽ ആണ്. മനുവിന്റെ പങ്കാളിയാണ് ജെബിൻ. മനുവും ജെബിനും സ്വവർഗ വിവാഹം നിയമവിരുദ്ധമായ ഇന്ത്യയിൽ പങ്കാളികളായി ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. പക്ഷെ ജെബിന് മനുവിന്റെ ഭൗതിക ശരീരം വിട്ടുകിട്ടില്ല എന്നാണ് നിയമം പറയുന്നത്. മനുവിന്റെ കുടുംബം മൃതദേഹം ഏറ്റെടുക്കുന്നതിൽ നിന്നും കൈയൊഴിഞ്ഞു. സ്വവർഗ വിവാഹം അനുവദനീയമല്ലാത്ത ഇന്ത്യയിൽ ജെബിന് മൃതദേഹം വിട്ടുകിട്ടുന്നതിൽ നിയമപരമായ സങ്കീർണതകളുണ്ട്. ഒടുക്കം മൃതദേഹം വിട്ടുകിട്ടാൻ എല്ലാ അന്യായങ്ങൾക്കും ഒടുവിൽ ഒരു ഗേ ആയ മനുഷ്യൻ സംസ്ഥാനത്തിന്റെ ഹൈക്കോടതിയിൽ മാൻഡമസ് റിട്ട് ഫയൽ ചെയ്യേണ്ടി വന്നു. ഉടമസ്ഥരില്ലാത്ത ശരീരം എന്ന വിഭാഗത്തിലാണ് മനുവിന്റെ മൃതദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വ്യവസ്ഥിതിക്ക് ഉടമസ്ഥനില്ലാത്ത ശരീരം എന്ന് വിധി പറയാൻ സാധിക്കുക? വീട്ടുകാരും നാട്ടുകാരും ഒഴിഞ്ഞാലും ജീവിത പങ്കാളി ഉടമസ്ഥനാണ്. ഉടമസ്ഥൻ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. LGBTQIA+ സമൂഹം ഉടമസ്ഥരാണ്. ആർട്ടിക്കിൾ 21-ന്റെ പരിധിയിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ജീവനോടെ ഇരിക്കുന്നത് വരെ മാത്രമല്ല നിലനിൽക്കുന്നത്. മരണത്തിന് ശേഷം ഡിഗ്നിറ്റിയോടുകൂടി മൃതദേഹത്തെ കാണേണ്ടതും അവകാശമാണ്. മാന്യമായ ശവസംസ്കാരം മരിച്ചുപോയവരുടെ അവകാശമാണ്. ഏറ്റവും അടുത്ത പങ്കാളിക്ക് മൃതദേഹം വിട്ടുകിട്ടാതെ മോർച്ചറിയിൽ അനാഥമായി കിടക്കുന്നത് വഴി അന്തസ്സുള്ളതും മാന്യവുമായ സംസ്കാരം എന്ന അവകാശം റദ്ദായി പോവുകയാണ്. ഇന്ത്യയിലെ ക്വീർ മനുഷ്യർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. ഈ പ്രശ്നത്തിന്റെ വ്യാപ്തി വലുതാണ്. വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചാൽ, വിവാഹത്തിൽ ഇക്വാലിറ്റി ഉണ്ടായാൽ ഒരു ക്വീർ മനുഷ്യരും അനാഥമായി മോർച്ചറിയിൽ കിടക്കില്ല. അന്തസ്സില്ലാതെ ജീവിക്കേണ്ടി വരില്ല. തുടർച്ചയായുള്ള ഹർജികളൊക്കെ പരാജയപ്പെട്ട് ഒടുക്കം 2018-ലാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി സ്വവർഗ ലൈംഗികത ക്രിമിനൽ കുറ്റമല്ലാതാക്കിയത്. അതിനുശേഷം തുടർച്ചയായി വിവാഹത്തിനും മറ്റനുബന്ധ അവകാശത്തിനും വേണ്ടി ക്വീർ മനുഷ്യർ ഇന്ത്യൻ കോടതികൾ കയറി ഇറങ്ങി. വിവാഹത്തിൽ സമത്വം വേണമെന്നും സ്വവർഗ വിവാഹം നിയമപരമാക്കണമെന്നും ആവശ്യപ്പെട്ട് സ്വവർഗ ദമ്പതികളും ആക്ടിവിസ്റ്റുകളും സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജികൾ ഫയൽ ചെയ്യുകയുണ്ടായി. എന്നാൽ ഇന്ത്യൻ ഭരണകൂടം ഇതിനെ ശക്തമായി എതിർത്തു. സ്വവർഗ വിവാഹം അധാർമികമാണെന്നും ഇന്ത്യൻ മൂല്യങ്ങൾക്ക് ചേരുന്നതല്ലെന്നും ഇത് കുടുംബം എന്ന സ്ഥാപനത്തെ തകർക്കുമെന്നൊക്കെയുള്ള വാദങ്ങൾ പറഞ്ഞ് കേസിലുടനീളം ഗവൺമെന്റ് മാരേജ് ഇക്വാലിറ്റിയെ ചെറുത്തുകൊണ്ടേയിരുന്നു. ഒടുക്കം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച് 2023 ഒക്ടോബറിൽ മാരേജ് ഇക്വാലിറ്റി കേസ് തള്ളി. സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ഭേദഗതി വരുത്താനും സ്വവർഗ വിവാഹം നിയമപരമാക്കാനുമുള്ള അധികാരം പാർലമെന്റിന് വിടുകയാണ് ഉണ്ടായത്. അതായത് ഈ കേസിലുടനീളം സ്വവർഗ വിവാഹത്തെ എതിർത്ത അതേ ഗവൺമെന്റിന്റെ ഭൂരിപക്ഷ പിന്തുണയുള്ള പാർലമെന്റിലേക്ക് തന്നെ സുപ്രീം കോടതി ഗേ ആയ മനുഷ്യരുടെ വിധി നിർണ്ണയിക്കാൻ ഏർപ്പാട് ചെയ്തു. വിവാഹം ഇന്ത്യയിൽ ഒരു സാമൂഹിക സ്ഥാപനമാണ്. വിവാഹം സേക്രഡ് ആണ്, അഥവാ പരിശുദ്ധമായിട്ടാണ് കണക്കാക്കുന്നത്. സമൂഹത്തിൽ നടക്കുന്ന ഇടപാടുകൾ, വ്യക്തിയുടെ അന്തസ്സ്, കുടുംബം, കുട്ടികൾ, ജീവിതം എല്ലാത്തിനും വിവാഹം ലെജിറ്റിമസി കൊടുക്കുന്നു. എന്തിന്? ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഒരു വീടെടുത്ത് ജീവിക്കാൻ പോലും വിവാഹം അനിവാര്യതയാണ്. അന്തസ്സും ബഹുമാനവും നേടുന്നതിനൊപ്പം വിവാഹം ലഭ്യമാക്കുന്ന ധാരാളം സാമ്പത്തികവും നിയമപരവുമായ നേട്ടങ്ങളുമുണ്ട്. കുട്ടികൾ, ദത്തെടുക്കൽ, ജോയിന്റ് പ്രോപ്പർട്ടി, ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്, മരണാനന്തര നിയമാവശ്യങ്ങൾ, സാമൂഹിക സുരക്ഷാ നേട്ടങ്ങൾ, ഇമിഗ്രേഷൻ, അങ്ങനെ എല്ലാം വിവാഹവുമായും അതിന്റെ രജിസ്ട്രേഷനുമായൊക്കെ ബന്ധപ്പെട്ടതാണ്. ഇതിനെല്ലാം അപ്പുറം വിവാഹം, സ്വപങ്കാളിയെ തിരഞ്ഞെടുക്കൽ എന്നിവ അത്യധികം സ്വകാര്യമാണ്. മൂന്നാമതൊരാൾക്കും അഭിപ്രായമോ ഇടപാടുകളോ ഇല്ലാത്ത വിധം പരിപൂർണമായ സ്വയം നിർണയാവകാശമാണ്. അവിടെ രാഷ്ട്രത്തിന് ഒരു ഇടപാടുമില്ല.